ഹരേ കൃഷ്ണ. കുംഭകർണൻ യുദ്ധത്തിനിറങ്ങുന്നു. യുദ്ധത്തിൽ നിന്നും തനിക്ക് അപമാനിതനായി മടങ്ങേണ്ടി വന്നതിൽ രാവണൻ ദുഃഖിച്ചു. ഇതിൽ പരം മാനക്കേടിനി ഉണ്ടാകാനുണ്ടോ എന്നോർത്ത് രാവണൻ സ്വർണസിംഹാസനത്തിൽ ഒന്നും മിണ്ടാതെ നിശബ്ദനായിരുന്നു. രാവണന്റെ മനോഗതമറിയാൻ മന്ത്രിമാർ ആകാംക്ഷയോട് കാത്തിരുന്നു. ഒടുവിൽ ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, മന്ത്രി സപ്തമന്മാരെ, നമ്മെ രണാങ്കണത്തിൽ വെച്ച് രാമൻ അപമാനിച്ചിരിക്കുന്നു. അവൻ നമ്മെ തെല്ലും വകവെച്ചതുമില്ല. അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഉടൻ തന്നെ എന്തെങ്കിലും നടപടി കൈക്കൊള്ളേണ്ടതുണ്ട്. അല്ലെങ്കിൽ ലങ്കയെ രക്ഷിക്കാൻ കഴിയാതെ വരും. ഇതുവരെ ഇവിടെ ഉണ്ടായ കോലാഹലമൊന്നും കുംഭകർണൻ അറിഞ്ഞിട്ടില്ല. അവനെ വിളിച്ചുണർത്തേണ്ട എന്ന് ഞാനും കരുതി. പക്ഷേ ഇനി അവനെ വിളിച്ചുണർത്തിയേ മതിയാകും. നിദ്രയുടെ കാലാവധി തീർന്നിട്ടില്ലെന്നറിയാം. പക്ഷേ ഈ അവസ്ഥയിൽ അവൻ ഉണർന്നേ തീരൂ. വിഭീഷണനെ പോലെയല്ല, സഹോദര സ്നേഹമുള്ളവനാണവൻ. രാവണന്റെ ആജ്ഞ കേട്ട് മന്ത്രിമാർ പറഞ്ഞു, രാജൻ, കുംഭകർണൻ ഉറക്കം തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ ചെന്ന് നിദ്രയ്ക്ക് ഭംഗം വരുത്തിയാൽ കുംഭകർണൻ കോപിച്ചാലോ? അതൊന്നും നമുക്കറിയേണ്ടതില്ല. ഏത് വിധനെയും നിങ്ങൾ കുംഭകർണനെ ഉണർത്തിയേ മതിയാവും. രാജകൽപ്പന ശിരസാ വഹിച്ച പരിചാരകന്മാർ ഭയന്നിട്ടാണെങ്കിലും കുംഭകർണന്റെ അടുത്തെത്തി. വളരെ സാഹസപ്പെട്ടാണെങ്കിലും കുംഭകർണനെ ഉണർത്തുകയും ചെയ്തു. കുംഭകർണൻ ഉണർന്നെണീക്കാൻ ഭാവിക്കുന്നത് കണ്ടപ്പോൾ സേവകർ ഓടിയകന്നു. നിദ്രയ്ക്ക് ഭംഗം വന്നതിൽ കുപിതനായ കുംഭകർണൻ അതിന് കാരണക്കാരൻ ആരാണെന്ന് നോക്കി. കുറച്ചകലെയായി പേടിച്ചു നിൽക്കുന്ന പരിചാരകന്മാരെ കണ്ട് അയാൾ പറഞ്ഞു, ആരടാ എൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയത്? നിന്നെയൊക്കെ ഇനി കൺമുമ്പിൽ കണ്ടുപോകരുതു. ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പോകൂ. കുംഭകർണന്റെ കോപം നിറഞ്ഞ വാക്കുകൾ കേട്ടു യൂപൻ എന്ന മന്ത്രി സത്തമൻ കുംഭകർണന്റെ മുമ്പിൽ ചെന്ന് വണങ്ങിക്കൊണ്ട് വിനയപൂർവ്വം ഉണർത്തിച്ചു. കുംഭകർണ, ക്ഷമിച്ചാലും ശ്രീരാമൻ വാനര സൈന്യത്തോടൊപ്പം ലങ്ക ആക്രമിക്കാൻ എത്തിയിരിക്കുന്നു. അങ്ങയുടെ കഴിവ് വിനിയോഗിക്കേണ്ട അവസരമാണിത്. അതിനാൽ ലങ്കേശൻ അങ്ങയെ ഉണർത്തിക്കൊണ്ട് ചെല്ലുവാൻ ഞങ്ങൾക്ക് ആജ്ഞ നൽകിയിരിക്കുന്നു. അതിനാലാണ് ഞങ്ങൾ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയത്. അത് കേട്ട് കുംഭകർണൻ അലക്ഷ്യഭാവത്തിൽ ചോദിച്ചു, ഏത് രാമൻ? ഹരേ കൃഷ്ണ.